ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. നമുക്ക് ചുറ്റുമുണ്ടാവുന്ന ചെടികളൊക്കെ അവയുടെ വേരിൽ നിന്നോ തണ്ടിൽ നിന്നോ ഇലകളിൽ നിന്നോ ഒക്കെ പുതിയ ചെടികളെ രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചല്ലേ. പക്ഷേ ഭൂരിഭാഗം ചെടികളും അവയുടെ വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികളെ രൂപപ്പെടുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഒരു വിത്തിൽ നിന്നും ഒരു ചെടി രൂപപ്പെടുന്നത്? അവയ്ക്കുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അവയിലെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പഠിച്ചാലോ. നമുക്കൊരു വിത്ത് നട്ടാലോ? നമുക്കൊരു പയറ് വിത്ത് തന്നെ എടുക്കാം അല്ലെ കൂട്ടുകാരും? കൂടെ കൂട്ടണേ. അപ്പൊ മിസ് ഇതാണ്ട് ഒരു പയറ് വിത്ത് എടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നോക്കിയപ്പം അവയ്ക്ക് മാറ്റം ഒന്നും കണ്ടില്ല. പക്ഷേ പിന്നീട് അതാണ്ട് അവയ്ക്ക് മുകളിലുള്ള മണ്ണിനൊക്കെ ചെറിയ അനക്കം സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇതല്ലേ ഒരു ചെറിയ മുള പൊട്ടിയില്ലേ? ആ മുള പിന്നീട് വേരായിട്ട് മാറി ഇതാണ്ട് മണ്ണിന്റെ അടിയിലേക്ക് വളർന്നു വന്നു. അതാണ്ട് നമ്മുടെ വിത്ത് കുറച്ചും കൂടി തെളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ. ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ മക്കള്. ആ വിത്ത് പൊട്ടി അതിൻ്റെ ഉള്ളില് 2 ഇലകൾ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. പിന്നീട് അതാണ്ട് ആ ഇലകൾ ഇതാ വളർന്നു വരുന്നു. അവ കുറച്ചും കൂടി ദൃഢമായി വളർന്നു. ഇപ്പൊ എത്ര ഇലകൾ മക്കള് കാണുന്നുണ്ട്? 2 എണ്ണമേ കാണുന്നുള്ളൂ അല്ലെ. പക്ഷെ ഇതാണ്ട് 2 ഇല കൂടി വളർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നട്ട വിത്ത് പയർ വിത്താണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധം അവയുടെ ഇലകളും തണ്ടും ഒക്കെ രൂപപ്പെട്ടു വന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു വിത്തിൽ നിന്നും ഒരു ചെടി രൂപപ്പെടുന്നതെന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെ കുട്ടി കുട്ടി ക്ലാസ്സുമായിട്ട് മിസ് വരാം. അതുവരെ ബൈ ബൈ.